വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പ് കാലം വന്നെത്തിക്കഴിഞ്ഞു. കേരളക്കരയാകെ ഇളകി മറിയുകയാണ്. എങ്ങോട്ട് നോക്കിയാലും നീലയും വെള്ളയും മഞ്ഞയും പച്ചയും അങ്ങനെ പല നിറത്തിലുള്ള പല രാജ്യങ്ങളുടെ കൊടികൾ. മെസ്സിയുടെയും നെയ്മറിൻ്റെയും റൊണാൾഡോയുടെയും ഒക്കെ 50-100 അടി ഉയരമുള്ള ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കാൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മത്സരിക്കുകയാണ്. ഒരുപാട് പൈസ ഇതിനായി അവർ ചിലവഴിക്കുന്നുണ്ട്. അത്രത്തോളം ആവേശത്തിലാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായ ചെറുപ്പക്കാർ. ഫുട്ബോളിനോടുള്ള ആവേശമൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ ഈ ആവേശത്തിൻ്റെ പിന്നിൽ ലോകം ചർച്ച ചെയ്യുന്ന ഭീകരമായ ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു വലിയ വിരോധാഭാസമുണ്ട്. ആ യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം ഒരുപക്ഷെ ഈ ഫുട്ബോൾ ലോകകപ്പിൽ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ ജേഴ്സിയും ഇട്ട് അർജൻറ്റീനയുടെ ഫ്ലക്സൊക്കെ അടിച്ചുയർത്തുന്ന ചെറുപ്പക്കാർക്കൊരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ അത് നിലപാടോടുകൂടി നിഷ്പക്ഷമായി കൊണ്ട് തന്നെ പറഞ്ഞു പോകണമല്ലോ. നമുക്കാദ്യം നേരെ ഇസ്രായേൽ സയനിസ്റ്റുകൾ കാലാകാലങ്ങളായി കൊടിയ പീഡനങ്ങളും ആക്രമണങ്ങളും വംശഹത്യയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗസയിലേക്ക് പോകാം. ഗസയിൽ നടക്കുന്നത് കൂട്ടക്കുരുതിയാണെന്നും അവിടെ കനത്ത ആക്രമണങ്ങൾ നിരന്തരമായി നടത്തുന്നുണ്ട് എന്നും അവിടെ ഇസ്രായേൽ സയനിസ്റ്റുകൾ നിരന്തരമായി വംശഹത്യ നടത്തുന്നുണ്ട് എന്നുള്ളത് ലോകം അംഗീകരിച്ച കാര്യമാണ്. ഗസയിൽ നടക്കുന്ന ആ കൂട്ടക്കുരുതിക്കെതിരെ ശബ്ദമുയർത്തിയത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അതിലെല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യത്വമുള്ള മനുഷ്യരുമുണ്ട്. ധാരാളം സെലിബ്രിറ്റികളുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള മനുഷ്യത്വമുള്ള ഒരുപാട് മനുഷ്യർ ഇസ്രായേലിനെതിരെ ശബ്ദമുയർത്തി ഫലസ്തീന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നേരെ മറിച്ച് മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരെല്ലാവരും മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഈ ലോകകപ്പിൽ അർജൻറ്റീനയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഫലസ്തീന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചവരായിരിക്കും. ഇസ്രായേൽ സയനിസ്റ്റുകൾ കാലാകാലങ്ങളായി ഫലസ്തീന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദം ഉയർത്തിയവരായിരിക്കും. ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നേരിടുന്ന വംശഹത്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസുകൾ പങ്കുവെക്കുകയും ചെയ്തവരായിരിക്കും. എന്നാൽ മറുവശത്ത് ഇതേ ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കില്ലെന്ന് ആഗോള സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ്റെ പൂർണ്ണ അംഗത്വത്തെ പരസ്യമായി എതിർത്ത് വോട്ട് ചെയ്ത അർജൻറ്റീന എന്ന രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാർ ഇത്രയധികം പൈസയൊക്കെ മുടക്കി വലിയ ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ സ്ഥാപിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമെന്നോണം ഈ ഫുട്ബോൾ ലോകകപ്പിൽ അർജൻറ്റീനയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ എന്നോട് ദേഷ്യം വരാം. ഫുട്ബോളിൽ എന്ത് രാഷ്ട്രീയമെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഒരുപക്ഷെ താഴെ വരാം. അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ഒന്ന് ചോദിക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് 10,000-കണക്കിലധികം വരുന്ന പിഞ്ചുകുട്ടികൾ കൊല്ലപ്പെട്ട, ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ആ പാവപ്പെട്ട മനുഷ്യരോട് കാണിക്കുന്ന നീതികേടല്ലേ എന്ന്. ഫലസ്തീൻ എന്ന രാജ്യം പതിറ്റാണ്ടുകളായി സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുകയാണ്. സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനത, വിശപ്പിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു ജനത, തങ്ങളുടെ പാർപ്പിടങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു ജനത, തങ്ങളുടെ കൂടപ്പിറപ്പുകളും പ്രിയപ്പെട്ടവരും ഇസ്രായേൽ സൈനിസ്റ്റുകളുടെ ബോംബാക്രമണത്തിൽ തങ്ങളുടെ കൺമുന്നിൽ ചിഹ്നിച്ചെറിയത് വേദനയോടുകൂടി നിസ്സഹായാവസ്ഥയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്ന ഒരു ജനത. ആ ജനതയ്ക്കൊപ്പം ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണമായ അംഗത്വം നൽകണം, അവരെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ലോകം അംഗീകരിക്കണമെന്ന പ്രമേയം വരുന്നത്. ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇതിനെ അനുകൂലിച്ച് മുന്നോട്ട് വന്നു. കാരണം അത് മനുഷ്യത്വത്തിൻ്റെ പക്ഷമായിരുന്നു. അർജൻറ്റീനയിലെ പുതിയ തീവ്ര വലതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ അവരുടെ വിദേശ നയം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ക്രൂരതകൾക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീൻ അനുകൂലമായി വന്ന പ്രമേയത്തെ അർജൻറ്റീന ശക്തമായി എതിർത്ത് വോട്ട് ചെയ്തു. ഫലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാകരുത്, അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പദവിയും ലഭിക്കരുത് എന്ന് വാശി പിടിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതേ താല്പര്യത്തിനൊപ്പമാണ് അർജൻറ്റീനയും നിലകൊണ്ടത്. അതായത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ബോംബാക്രമണത്തിൽ തെറിക്കുമ്പോഴും അവിടുത്തെ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും തകർക്കപ്പെടുമ്പോഴും അതിനെയെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടമാണ് ഇന്ന് അർജൻറ്റീനയിലുള്ളത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കൊപ്പം അന്ന് നിലകൊണ്ടത് അർജൻറ്റീന മാത്രമല്ല, ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, മൈക്രോനേഷ്യ എന്നിങ്ങനെ 9 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇതേ അർജൻറ്റീനയുടെ പേരെഴുതിയ ഫ്ലക്സ് ബോർഡുകളാണ് കേരളത്തിലെ ഓരോ കവലകളിലും നമ്മുടെ ചെറുപ്പക്കാർ അഭിമാനത്തോടുകൂടി പൊക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ പലരുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു സ്ഥിരം ക്യാപ്സൂളുണ്ട്.
ഇതൊക്കെ ഒരു ഫുട്ബോൾ കളിയല്ലേ, അതിലെന്തിനാണ് രാജ്യാന്തര രാഷ്ട്രീയവും യുദ്ധവും ഒക്കെ കലർത്തുന്നത്? ഞങ്ങൾ മെസ്സിയാണ് സ്നേഹിക്കുന്നത്, അല്ലാതെ അർജന്റീനയിലെ ഭരണാധികാരികളെയല്ല എന്നുള്ളത് കേൾക്കാൻ നല്ല സുഖമുള്ള വാദമാണ്. പക്ഷേ അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ആധുനിക ലോകത്ത് കായിക രംഗം എന്നത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല. അത് വെറുമൊരു കളിയല്ല. ഉദാഹരണത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ ലോകം എന്താണ് ചെയ്തത്? റഷ്യൻ ഫുട്ബോൾ ടീമിനെ ഫിഫ ലോകകപ്പിൽ നിന്നും എല്ലാ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിലക്കി. അന്നാരും പറഞ്ഞില്ലല്ലോ കളിക്കാർ എന്തു പിഴച്ചു, കളിയിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നുള്ള ചോദ്യങ്ങൾ. അന്ന് റഷ്യയെ വിലക്കാമെങ്കിൽ എന്തുകൊണ്ട് ഫലസ്തീനെ ഇല്ലാതാക്കാൻ നോക്കുന്ന കക്ഷികൾക്കെതിരെ നമുക്ക് നിലപാടെടുത്തുകൂടാ? ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന ഒരു കാലത്ത് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരെ അടിച്ചുമർത്തിയ ഭരണകൂടത്തോടുള്ള പ്രതിഷേധമായി ലോകരാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കൻ കായിക ടീമുകളെ ബഹിഷ്കരിച്ചിരുന്നു. ആ ബഹിഷ്കരണമാണ് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ അറിയാതെ പോകരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലോകകപ്പിൽ ഒരു രാജ്യം കളിക്കുമ്പോൾ ആ ടീം പ്രതിനിധീകരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ദേശീയതയാണ്, അവരുടെ പതാകയാണ്, അവരുടെ ഭരണകൂടത്തിൻ്റെ അന്തസ്സിനെയാണ്. നിങ്ങൾ അർജന്റീന ജേഴ്സി വാങ്ങിയിടുന്ന സമയത്ത് ആ രാജ്യത്തിനെയാണ് നിങ്ങൾ ബ്രാൻഡിങ് ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ പതാക ഉയർത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തെയാണ് നിങ്ങൾ വാഴ്ത്തുന്നത്. അവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. ഒരു സമയത്ത് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ദാരുണാവസ്ഥ കണ്ട് കണ്ണീരൊഴുക്കും. മറ്റൊരു സമയത്ത് അതേ ഫലസ്തീനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്ത ആ അർജന്റീനയുടെ ആ ഒരു കൊടിയും ഫ്ലക്സും ഒക്കെ പിടിച്ച് തെരുവിൽ ആഘോഷിക്കുന്നു. ഇപ്പോൾ അർജന്റീന ഭരിക്കുന്ന ജാവിയർ മിലേ എന്ന പ്രസിഡന്റിന്റെ നയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അർജന്റീനയുടെ വിദേശ നയം പൂർണ്ണമായും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒപ്പമായിരിക്കും എന്നുള്ളതാണ്. തങ്ങളുടെ തലസ്ഥാനം പോലും ഇസ്രായേലിലെ വിവാദ ഭൂമിയായിട്ടുള്ള ജെറൂസലേമിലേക്ക് മാറ്റാൻ അവർ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഫലസ്തീനികളുടെ അവകാശങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന നിലപാടാണ് അർജന്റീനയ്ക്ക് ഇപ്പോഴുള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഫലസ്തീന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ ഒരു ലോകകപ്പിൻ്റെ പേരിൽ പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഞാൻ പറയുന്നത് ഫുട്ബോൾ കളി ആരും കാണരുത് എന്നോ മെസ്സിയുടെ കളി ആസ്വദിക്കരുത് എന്നോ ഒന്നുമല്ല. കളി കാണുക, മികച്ച ഗോളുകൾ ഉണ്ടാകുമ്പോൾ അതിനെ അഭിനന്ദിക്കുക. ഫുട്ബോൾ എന്ന ലോകോത്തര സ്പോർട്സിനെ സ്നേഹിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. മെസ്സി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഫുട്ബോൾ പ്ലെയറിനെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഫ്ലക്സ് വെച്ച് ആ രാജ്യത്തിൻ്റെ ദേശീയതയെ ഇവിടെ ആഘോഷമാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി രാഷ്ട്രീയമായ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കളിയെ കളിയായി തന്നെ കാണുക. അതിനപ്പുറം അതിനെ അന്ധമായ ആരാധനയാക്കി മാറ്റി നമ്മുടെ സ്വന്തം രാഷ്ട്രീയ ബോധത്തെ പണയം വെക്കരുത്.